ഞാനേ എന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വന്നതാ. നീ ഇവിടെ ഇരുന്ന് 24 മണിക്കൂറും പ്രാർത്ഥിച്ചോ. ദേ അച്ഛമ്മയും കൂടെ കൂട്ടിക്കോ. ഞാൻ നിനക്ക് പ്രാർത്ഥിക്കാനും നേദ്യം കഴിക്കാനും പൂജാമുറിയോ മറ്റു പണിത് തരാം. നീ പണിത് തന്നിട്ട് വേണ്ട. ഇത് ഞാനും എന്റെ മോനും മക്കളും താമസിക്കുന്ന വീടാ. നീ ഇവിടുന്ന് ഇറങ്ങ. അങ്ങനെ എങ്ങനെ ഇറങ്ങാൻ പറ്റൂ? വിളിച്ചോണ്ട് വന്നതേ അപ്പുന്റെ അച്ഛനാ. അപ്പൊ അങ്ങേര് പറയാതെ എനിക്ക് എങ്ങനെ ഇറങ്ങാൻ പറ്റും? ആന്റിയുടെ കൂടെ അച്ഛൻ വന്നിട്ടുണ്ടോ? പിന്നില്ലാതെ. അച്ഛനെയും കൊണ്ടല്ലാതെ ആന്റി വരുവോ? എന്നിട്ട് എവിടെ അവൻ? ഇന്നെനിക്ക് 2-1 അറിയണം. 2-1 4-1 അറിഞ്ഞോ? പ്രകാശ് ചേട്ടനെ അടുക്കളയിലുണ്ട്. അടുക്കളയിലോ? അതെ, ഞാനുണ്ടാക്കാന്ന് പറഞ്ഞതാ, കേട്ടില്ല. മിൽക്ക് ഷേക്കിനകത്ത് ബദാമും കാഷ്യൂ നട്ടും ചേർന്നൊരു കോമ്പിനേഷൻ. എനിക്ക് മാത്രമല്ല, എന്റെ അപ്പൂനോടെ കുടിക്കാൻ. കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. അടുക്കള പണിക്ക് നീയും കൊച്ചമ്മ ചമയാൻ അവളും. നീ എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ പ്രകാശ. അമ്മ അച്ഛനെ കൊണ്ട് പാത്രം കഴിക്കുന്നത് കണ്ടല്ലേ ഞാൻ വളർന്നത്. അപ്പൊ ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കിയാൽ എന്താ? അതിന് നാണക്കേടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അമ്മ അച്ഛനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടേ അത് കണ്ടിരുന്ന് രസിക്കല്ലായിരുന്നു. പണിയെടുക്കാൻ അമ്മ പഠിച്ചിട്ടില്ലായിരുന്നു. വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് തന്നെയാ ജനിച്ചത്. എന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പോ മുതല് കാപ്പി മുതൽ കഞ്ഞി വരെ വെക്കാൻ പഠിപ്പിച്ചത് എന്റെ അച്ഛനായിരുന്നു. അപ്പൊ കൂടെ കൂടി ഓരോന്ന് ചെയ്തിട്ടുണ്ടാവും. അതുപോലാണോടാ ഇത്? ഇതും അതുപോലെ കൂട്ടിയാ മതി. നാണം കെട്ടവനെ. സ്വന്തം ഭാര്യയ്ക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോടാ നീ? ഈ വീട്ടിലെ സകല ജോലി സുജാത ചെയ്യില്ലായിരുന്നോ? നിന്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം അവള് നോക്കിയിട്ടില്ലായിരുന്നോ? അടിവസ്ത്രം വരെ കഴുകി തന്ന് കഷ്ടപ്പെട്ട് അവളെ പടിയിറക്കി വിട്ടിട്ട് നീ ഒരു കെട്ടിലമ്മ കൊണ്ടുവന്ന് വാഴിക്കുന്നു. എന്നിട്ട് അവക്ക് കലക്കി കുടിക്കാൻ ജ്യൂസ് ഉണ്ടാക്കുന്നു. അമ്മ ഇത്രയ്ക്ക് വലിച്ചേണ്ടി പറയൊന്നും വേണ്ട. അവള് പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ അടുക്കള കയറിയത്. ഇതൊക്കെ ഒരു രസം. അങ്ങനെ ഈ വീട്ടിൽ രസിക്കണ്ട. ആര് പറഞ്ഞിട്ടാ നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതെ, വലിച്ചോണ്ട് വരാൻ എന്റെ കഴുത്തിലെന്താ കയറ് കെട്ടിരിക്കുന്നോ? കയറ് പോയിട്ട് വടം കെട്ടിയാലും പൊട്ടിക്കില്ലേ നീ? ഈ തള്ളയ്ക്ക് വഴക്കുണ്ടാക്കാൻ തന്നെയാണോ തീരുമാനം? അതെ, നീ എന്തിനാ ഇവിടെ വന്നെന്ന് എനിക്ക് അറിയണം. അതെ, അവൾ ഇവിടുന്ന് പോകുന്നില്ല. ഇനി ഇവിടെയാ താമസിക്കുന്നത്. എന്നാര് തീരുമാനിച്ചു? അത് നമുക്ക് എല്ലാവർക്കും കൂടി തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിക്കാൻ നിന്റെ ആരാടാ ഇവള്? ആരാവണം? ഭാര്യ ആവട്ടെ. ഏതായാലും സുജാത പോയല്ലോ, ആ സ്ഥാനത്ത് വേറൊരാള് വേണ്ടേ? സുജാതയുടെ സ്ഥാനത്ത് നീയോ? അതിന് നീ ഇനി 7 ജന്മം ജനിച്ചാലും കഴിയില്ല. ജനിക്കാനും മരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഇവിടെ ഉണ്ടാവും. അത് മാത്രമല്ല, ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. എന്താടാ ഇതൊക്കെ? അതെ, അമ്മയൊന്നും അറിയണ്ട. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. നിങ്ങളുടെ സ്വരം കേൾക്കാനും എന്റെ സ്വരം കേൾപ്പിക്കാനും റെഡ് എഫ്എമ്മിലൂടെ ഞാൻ വരുന്നു. ആർദ്രതയോടെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, പ്രണയപൂർവം നിങ്ങളുടെ സുജാത. ഹലോ. ഹായ് സുജി. സുജി അല്ലേട്ടോ, സുജാത. സുജിയെ സുഖം പറയാനും കേൾക്കാനല്ലേ. ആരാ സംസാരിക്കുന്നത്? ഞാൻ ആദം, ജോൺ ആദം. എല്ലാവരും എന്നെ ആദം എന്ന് വിളിക്കാറ്. ആദം ഇത് എവിടുന്ന്? ഏതൻ തോട്ടത്തിന്ന്. ആദം ഏതൻ തോട്ടത്തിന്നോ? കളിയാക്കിയതാണോ? അല്ല, സത്യം. ഞാൻ ആദം. എന്റെ തോട്ടത്തിന്റെ പേരാണ് ഏതൻ. തോട്ടത്തിന്റെ പേരാണ്? പൂന്തോട്ടമാണ്. പൂക്കളുടെ തോട്ടം, പഴങ്ങളുടെ തോട്ടം, വിലക്കപ്പെട്ട കനികൾ വിളഞ്ഞു നിൽക്കുന്ന തോട്ടം. ഭാവനാസമ്പന്നമാണ് ജീവിതം അല്ലേ? ആണ്. പക്ഷെ ആസ്വദിക്കാൻ ഹവയില്ല. എനിക്കൊരു ഹവയെ വേണം. അതിനാ വിളിച്ചത്. അതിനൊരു വിവാഹം കഴിച്ചാ പോരെ? കഴിച്ചതാ, പക്ഷെ എന്നെ വിട്ട് അവൾ പോയി. അതെന്താ വിട്ടുപോകാൻ കാരണം? അറിയില്ല. പെട്ടെന്നൊരു ദിവസം ഒന്നും പറയാതെ ഇറങ്ങി അങ്ങ് പോയി. പിന്നെ വന്നില്ല. സുജ നിലാവിനെ കുറിച്ച് പറഞ്ഞില്ലേ? നിലാവിന് പലപ്പോഴും വിരഹ വികാരമാണ്. ഏറെ സ്നേഹിച്ചവർ, ഏറെ പ്രണയിച്ചവർ നമ്മെ ഉപേക്ഷിച്ച് അകന്നു പോകുമ്പോൾ തോന്നുന്ന വിരഹ ദുഃഖമാണ് നിലാവിൽ ഒളിച്ചു കളിക്കുന്നത്. അത്രയ്ക്ക് സങ്കടമുണ്ടോ? ഉണ്ട്. നിലാവിന്റെ നിഴലിൽ എന്റെ കണ്ണീരിന്റെ നനവുണ്ട്. നെഞ്ചിലൂറുന്ന വേദനയുടെ പൊള്ളിക്കുന്ന ചൂടുണ്ട്. എനിക്കെന്റെ ഹൗവയെ മതി. പക്ഷേ ഹലോ ഹലോ. അയ്യോ, അത് കട്ടായി ചേച്ചി. അല്ല, അയാൾ കരയായിരുന്നല്ലേ ചേച്ചി? ഏറെ സ്നേഹിച്ചവർ നമ്മളെ വിട്ടകന്നു പോകുമ്പോ നിലാവിന് വിരഹ ദുഃഖമാണ്.
എന്താ ഇത്? ഈ റൂം മുഴുവൻ ഞാൻ നിറഞ്ഞു നിൽക്കുവാണല്ലോ. അച്ഛനും ഉണ്ടല്ലോ. അച്ഛനും അമ്മയും മോളും. നമുക്ക് അങ്ങനെ ആയാലോ? അമ്മ പിണങ്ങിപ്പോയല്ലോ. ഇനി എനിക്ക് റൂബിയാനി മാത്രമല്ലേ ഉള്ളൂ. മോളിരിക്കെ. അപ്പുനെ ഏറ്റവും ഇഷ്ടമുള്ള പോയതാ? ജമന്തി. അപ്പോ ഇന്ന് മുതൽ ഫയർ യെല്ലോ കളറിൽ സ്നേഹത്തിന്റെ ജമന്തി ആവാം ആന്റി. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടോ? ഒരുപാട് പാട്ട് ഇഷ്ടം. എങ്കിൽ ഒരു താരാട്ടാവാം. ആന്റി മോളെ പാടി ഉറക്കുന്ന ഒരു താരാട്ട് പാട്ട്. ഏത് പറവയാ മോൾക്ക് ഇഷ്ടം? കുഞ്ഞാറ്റെ. കുഞ്ഞു കുഞ്ഞു കുഞ്ഞാറ്റ കിളികൾ. ശരി, കൂടെ വിട്ട് പറക്കാൻ കൂടെ വരാം ആന്റി. കുഞ്ഞാറ്റ കിളിയായിട്ട്. ഏത് രത്നക്കല്ല ഇഷ്ടം? ആ, എനിക്ക് മനസ്സിലായി. എന്താ? റൂബി അല്ലേ? ഇതാണ് ആന്റി പറഞ്ഞ സർപ്രൈസ്. യുവർ ഫേവറേറ്റ് റൂബി. മോളുടെ കണ്ണിലും മനസ്സിലും വാത്സല്യമായി തിളങ്ങുന്ന റൂബി. അച്ഛമ്മേ, ഇത് രണ്ടും കൽപ്പിച്ചുള്ള വരവല്ലേ അച്ഛമ്മേ? നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്താലും അത് നേരിടാനുള്ള തീരുമാനത്തിലവള്. അതിന് ധൈര്യം കൊടുക്കുന്നത് പ്രകാശനാ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അമ്മ ഇറങ്ങി പോവരുതായിരുന്നു. അതാ എല്ലാം കുഴപ്പത്തിലാക്കിയത്. അവള് മനസ്സിൽ നന്മ മാത്രമുള്ള ഒരു പെണ്ണാ. എത്രയാന്ന് വെച്ചാ സഹിക്ക. അവളായതുകൊണ്ട് ഇത്രയും കാലം പിടിച്ചു നിന്നു. അച്ഛനെന്താ ഇങ്ങനെ വൃത്തിയായിട്ട സ്വഭാവമായി പോയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചില പെണ്ണുങ്ങളെ കുടുംബം നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കും മോനെ. അവര് കാണുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും എല്ലാം നശിച്ചു പോവും. ഇരുന്നിടവും ചെന്ന് കയറുന്നിടവും മുടിക്കുന്ന ചില ജന്മങ്ങളുണ്ട്. അതുപോലെ ഒരെണ്ണമാണ് റൂബി. അവളുടെ വലയിൽ പെട്ടുപോയി പ്രകാശൻ. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ശരി. ശരി. കിടന്നില്ലായിരുന്നോ? ഇല്ല, സുജാത എപ്പോഴാ വരുന്നതെന്ന് അറിയില്ലല്ലോ. അയ്യോ, എന്നെ കാത്തിരുന്നോ? വീട്ടിലൊരാൾ വരാനുള്ളപ്പോ കിടന്ന ഉറക്കം വരില്ലല്ലോ. ഇനി മുതൽ വാതിൽ പൊട്ടിക്കിടന്നോ? ഒരു എക്സ്ട്രാ കീ എനിക്ക് തന്നാ മതി. അതൊന്നും വേണ്ട. ഞാൻ അല്ലെങ്കിലും വൈകിയേ ഉറങ്ങാറ്. അച്ഛൻ ഉറങ്ങിയല്ലേ? അച്ഛൻ മരുന്നൊക്കെ കഴിച്ച് നേരത്തെ ഉറങ്ങും. എന്നാ ശരി, ഗോപേട്ടനും പോയി കിടന്നോ. സുജാതെ. എന്താ ഗോപേട്ട? ഒന്നുമില്ല സുജയ്, എന്തോ ഉറക്കം വരുന്നില്ല. ജീവിതം വല്ലാത്ത നിരാശയില്ല സുജയ്. പിന്നെ എങ്ങനെ ഉറക്കം വരാനാ? നമുക്ക് നാളെ വിശദമായിട്ട് സംസാരിക്കാം. അയ്യോ, അത് പോരാ. എനിക്കിപ്പോ സംസാരിക്കാൻ നല്ല നല്ല മൂടാ. ഗോപേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ? ഏയ്, അങ്ങനെ ശീലമൊന്നുമില്ല. കൂടി വന്ന 2 പേക്ക്. മനസ്സിന്റെ പ്രയാസം മാറാനാ. നിനക്കറിയോ സുജയ്, താര പേരിന് മാത്രമുള്ള ഒരു ഭാര്യ. അവക്ക് സ്നേഹിക്കാനൊന്നും അറിയില്ല. നിരാശയാ എന്റെ ജീവിതം. ഇങ്ങനെ കുറ്റം പറയുന്നത് കേട്ട് നിൽക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഗോപേട്ടൻ പുറത്തേക്ക് പോയേ, എനിക്ക് വാതിലടയ്ക്കണം. അയ്യോ, ഞാൻ കുറ്റം പറയുന്നില്ല സുജയ്, നല്ലത് മാത്രം പറയാം. താരയെ കല്യാണം കഴിക്കുന്ന കാലം നീ അപ്പൊ 17 തികഞ്ഞ പെണ്ണ. കടഞ്ഞെടുത്ത ശരീരവും കൊതിപ്പിക്കുന്ന മുഖമുള്ള ഒരു പെണ്ണ്. സത്യത്തില് നിന്നെ കെട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോയി. പിന്നീട് വർഷങ്ങൾ പോയി. പിന്നെ പലപ്പോഴും നിന്നെ കാണുമ്പോഴൊക്കെ നിന്നെ കിട്ടിയിരുന്നെങ്കിലെന്ന് ആശിച്ചു. എനിക്ക് കേൾക്കണ്ട ഇത്തരം വൃത്തികേട്. ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ? സുജയ്, നിന്നെ ഞാൻ നോക്കിക്കോളാം. നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചോളാം. ഗോപേട്ട, എന്റെ സമനില തെറ്റിക്കരുത്.
ഇറങ്ങി പോകുന്നുണ്ടോ?